എല്ലാവർക്കും എൻ്റെ ശ്രീകൃഷ്ണ ജയന്തി ആശംസകൾ. ഇന്ന് ശ്രീകൃഷ്ണ ജയന്തിയോടനുബന്ധിച്ച് ഞങ്ങളുടെ തുരുത്തിയിൽ ഒരു ചെറിയൊരു ഘോഷയാത്ര നടക്കുന്നുണ്ടായിരുന്നു. നമ്മുടെ ഒരു ശോഭയാത്രയിൽ ഒരുപാട് കണ്ണന്മാരും ഒരുപാട് ഗോപികമാരും ഒരുപാട് രാധമാരും ഒക്കെ ഉണ്ടായിരുന്നു. നമുക്ക് കാണാം. ഒപ്പം എൻ്റെ പാറുമോളും രാധയായിട്ടുണ്ടായിരുന്നു. എൻ്റെ കുഞ്ഞാപ്പൂവും രാധയായിട്ടുണ്ടായിരുന്നു. കുഞ്ഞാപ്പൂവിന് സത്യം പറഞ്ഞാൽ കൃഷ്ണനാക്കാനായിരുന്നു ആഗ്രഹം. അത് നടന്നില്ല. അവൾ കൃഷ്ണനെ ആക്കുന്നതായിരിക്കും കുറച്ചും കൂടി ബെറ്ററായിരുന്നു. അവളുടെ ആ കുസൃതിയും കുറുമ്പും ആ ചിരിയൊക്കെ കണ്ട് ശരിക്കും കള്ളക്കണ്ണനെ പോലെ തന്നെ ഉണ്ടായിരിക്കും. അത് നമുക്ക് ഗസ് ചെയ്യാനേ പറ്റത്തുള്ളൂ. സമ്മതിച്ചില്ല കൃഷ്ണനാക്കുന്ന കാര്യം പറഞ്ഞപ്പോൾ. ദേവുട്ടിയോട് രാധയാക്കുന്ന കാര്യം പറഞ്ഞപ്പോഴേ അവൾക്ക് മടിയായിരുന്നു. പിന്നെ ഭാഗ്യത്തിന് എൻ്റെ പാറുമോള് തന്നെ അതിന് റെഡി ആയിക്കൊണ്ട് വന്ന കേട്ടോ. പാറുമോളും കുഞ്ഞാപ്പും രാധയാവാൻ റെഡിയായി, കൃഷ്ണൻ ആവാൻ അവർ സമ്മതിച്ചില്ല. അങ്ങനെ ഞങ്ങൾ അവിടെ വന്നു കഴിഞ്ഞപ്പോൾ അങ്ങനെ നല്ല രസമായിരുന്നു കേട്ടോ. എല്ലാവരും കൂടിയിട്ടുള്ള ഒരു യാത്ര. കുറേ നാളുകൾക്ക് ശേഷം, കുറേ വർഷങ്ങൾക്ക് ശേഷമാണ് ഞാൻ ഒരു ശ്രീകൃഷ്ണ ജയന്തിയിൽ പങ്കെടുക്കുന്നത്. എൻ്റെ വിവാഹത്തിന് മുൻപ് പണ്ടെപ്പോഴോ ശ്രീകൃഷ്ണ ജയന്തിയിൽ പങ്കെടുത്തിട്ട് ഉള്ളതാണ്. ഇപ്പോൾ 14 വർഷമാകാൻ പോകുന്നു. അങ്ങനെ 14 വർഷത്തിന് ശേഷം ഇന്നാണ് ഞാൻ അങ്ങനെ ശ്രീകൃഷ്ണ ജയന്തിയിൽ പങ്കെടുക്കുന്നത്. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങൾ നിങ്ങളിലേക്കും എത്തിച്ചേക്കാൻ ഞാൻ കരുതി. കാളിയമർദ്ദന ഞങ്ങളുടെ കണ്ണുകളിൽ ധർമ്മധർമ്മങ്ങളിൽ ഞങ്ങളുടെ കണ്ണിൽ തെളിയാൻ നിത്യവിരാമയ ശങ്കുലി പോലെ ഒഴുകാവൂ സ്മരണ കരുണാമുരളീധാര വയ്ക്കുക കണ്ണ കരുണാമുരളീധാര. അങ്ങനെ കണ്ണൻ്റെ ഒരു കീർത്തനവും പാടി കേട്ടു. വളരെ ഭംഗിയായിട്ട് അവരത് പാടിയിട്ടുണ്ടായിരുന്നു. എല്ലാവർക്കും കേട്ടപ്പോൾ തോന്നിയില്ലേ എത്ര രസമായിരിക്കും അല്ലേ കേൾക്കാനായിട്ട്. അങ്ങനെ കീർത്തനവും ചൊല്ലിയതിന് ശേഷം ഞങ്ങളുടെ ശോഭയാത്ര ആരംഭിക്കുകയാണ്. നല്ല ഭംഗിയായിട്ടുണ്ടായിരുന്നു ഇന്നത്തെ ഒരു ദിവസം. വളരെ സന്തോഷകരമായിട്ട് തന്നെ അങ്ങ് പോയി. എൻ്റെ പാറുമോളാണ് കേട്ടോ ഇത്. അപ്പം നമ്മുടെ ഗൗരിക്കുട്ടിയാണ് കണ്ണനായിട്ടുള്ളത്. കണ്ടോ, കണ്ണനും രാധയും പോകുന്ന പോക്ക് കണ്ടോ, ഇത്ര ഭംഗിയായിട്ട്. നല്ല രസമായിരുന്നു കേട്ടോ. അവരൊരുമിച്ച് നടക്കുന്നതും കാണാനായിട്ട് നല്ല രസമായിരുന്നു. എനിക്ക് ഒരുപാട് ഇഷ്ടമായി. അങ്ങനെ ഞങ്ങൾ വേട്ടക്കാരൻ്റെ അമ്പലത്തിൽ തൊഴാനായിട്ട് പോകുന്നതാണ് കേട്ടോ. വേട്ടക്കാരൻ്റെ അമ്പലത്തിൽ നിന്നും പിന്നെ ജംഗ്ഷനിലോട്ട് തുരുത്തിയിലേക്ക് എത്തി. പിന്നെ തുരുത്തിയിൽ നിന്നും പമ്പ് അടുത്ത ജംഗ്ഷനിലോട്ട് വന്നു. പിന്നെ അവിടെ ഒന്ന് റൗണ്ട് ചെയ്ത് വീണ്ടും തുരുത്തിയിലെത്തി. തുരുത്തിയിൽ ഞങ്ങളുടെ കൊച്ചു കൂട്ടുകാരുടെ കൈകൊട്ടിക്കളിയൊക്കെ ഉണ്ടായിരുന്നു. നല്ല അടിപൊളി പ്രോഗ്രാംസൊക്കെ ഉണ്ടായിരുന്നു തുരുത്തിയിൽ. അതും കഴിഞ്ഞിട്ട് പിന്നെ തുരുത്തിക്കാവിലെത്തി. തുരുത്തിക്കാവിൽ വന്നു കഴിഞ്ഞപ്പോൾ അവിടെ ഉറിയടി ഉണ്ടായിരുന്നു. പിന്നെയും കൊച്ചു കൂട്ടുകാരുടെ കൈകൊട്ടിക്കളി ഉണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ എല്ലാ പരിപാടിയൊക്കെ കഴിഞ്ഞ് വീട്ടിലെത്തി കേട്ടോ. അങ്ങനെ ഇന്നത്തെ ദിവസം ഇങ്ങനെയായിരുന്നു. നമ്മുടെ ശ്രീകൃഷ്ണ ജയന്തിയോടനുബന്ധിച്ച് ഇന്ന് എനിക്ക് പറയാനുള്ളത് ചെറിയൊരു കഥയാണ് കേട്ടോ. നമുക്കപ്പോൾ കഥയിലോട്ട് കിടക്കാം. കൃഷ്ണൻ്റെ ആദ്യം ഞാൻ അങ്ങനെ നോക്കി നിന്നു കേട്ടോ. അവരോടൊന്ന് പോസ് ചെയ്യാൻ വന്നപ്പം ന്യൂജൻ ഫോട്ടോ പോസുമായിട്ട് വന്നിരിക്കുകയാണ് കൃഷ്ണൻ്റെ ആദ്യം. ഓക്കെ, നമ്മുടെ സ്റ്റോറിയിലോട്ട് കിടക്കാം. എല്ലാവർക്കും ഇന്നൊരു നല്ലൊരു മെസ്സേജ് കൊടുക്കാൻ കഴിയുന്ന ഒരു സ്റ്റോറിയാണ് ഞാനിവിടെ ഇന്ന് പറയാൻ പോകുന്നത്. അപ്പം എല്ലാവരും
കാണുക, കേൾക്കുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുമല്ലോ അല്ലേ. അപ്പോൾ അങ്ങനെ നമ്മുടെ കൃഷ്ണനും ഗാന്ധാരിയും ഒരിക്കൽ അങ്ങനെ നിന്നപ്പം നമ്മുടെ യുദ്ധങ്ങളൊക്കെ അവസാനിച്ച് നമ്മുടെ പാണ്ഡവർ യുദ്ധം ജയിച്ചിട്ട് നിൽക്കുന്ന ആ ഒരു സന്ദർഭത്തിൽ നമ്മുടെ ഗാന്ധാരി കൃഷ്ണനോട് പറഞ്ഞ കുറച്ച് കാര്യങ്ങളും കൃഷ്ണൻ നൽകിയ മറുപടിയുമാണ് ഞാനിവിടെ നിങ്ങൾക്ക് മുന്നിൽ ഒരു കഥയുടെ രൂപത്തിൽ പറയുന്നത് കേട്ടോ. ഒരിക്കൽ ശ്രീകൃഷ്ണനോട് പറഞ്ഞു ഗാന്ധാരി, കൃഷ്ണ, പാണ്ഡവർ യുദ്ധം ജയിച്ചതും എൻ്റെ മക്കളെല്ലാം വധിക്കപ്പെട്ടതിനും കാരണം നീയാണ്. ശ്രീകൃഷ്ണൻ അതിന് മറുപടി പറഞ്ഞു, അത് ഇങ്ങനെ: ഞാൻ ആരെയും രക്ഷിക്കുകയോ ശിക്ഷിക്കുകയോ ചെയ്തിട്ടില്ല. അവരവർ ചെയ്യുന്ന പ്രവൃത്തിയുടെ ഫലം അവരവർ തന്നെ അനുഭവിക്കുന്നു, അത്രമാത്രം. ഒരമ്മ എന്ന നിലയിൽ നിങ്ങൾ നിങ്ങളുടെ മക്കളെ ശാസിച്ചിട്ടുണ്ടോ? അന്ധനായ ഭർത്താവിന് കണ്ണുകളാകേണ്ടതിന് പകരം നിങ്ങൾ ക്ഷണിച്ചു വരുത്തിയ അന്ധതയുമായി കാലം പാഴാക്കി. കണ്ണും മൂടിക്കെട്ടിയിരുന്നാൽ ഇതുതന്നെ ഫലം. കുന്തി ദേവിയെ നോക്കൂ. ഭർത്താവ് മരിച്ചിട്ടും അവർ സദാസമയം പുത്രന്മാർക്കൊപ്പം ഉണ്ടായിരുന്നു. അവരുടെ സുഖത്തിലും ദുഃഖത്തിലും അവർ പിന്തിരിഞ്ഞില്ല. അമ്മയുടെ സാമീപ്യം പാണ്ഡവരെ ധർമ്മബോധമുള്ളവരാക്കി. അങ്ങനെയുള്ള ഒരു പരിചരണം, ശ്രദ്ധ നിങ്ങളുടെ മക്കൾക്ക് അമ്മയിൽ നിന്നും ലഭിച്ചില്ല. അതുകൊണ്ട് തന്നെ അവർ വഴിതെറ്റി അധർമ്മികളായി മാറി. അമ്മയുടെ സ്നേഹവും ശാസനയും മക്കളുടെ ശരിയായ വളർച്ചയ്ക്ക് അത്യന്താപേക്ഷിതമാണ്. അമ്മമാർ കണ്ണുകെട്ടിയ ഗാന്ധാരിയല്ല, കണ്ണു തുറന്നിരിക്കുന്ന കുന്തിയാകുക. ഹരേ കൃഷ്ണ, ഹരേ രാമ. ഈ കഥയും ഇപ്പോഴത്തെ ജീവിത രീതിയും വെച്ച് നോക്കുമ്പോൾ ഒരുപാട് സാമ്യമുള്ളതായിട്ട് എനിക്ക് തോന്നുന്നുണ്ട്. നമ്മൾ മക്കളെ വളരെയധികം ശ്രദ്ധിക്കേണ്ട സമയമാണ്. ഒരു കാലത്ത് ആൺകുട്ടികളെ അങ്ങ് തുറന്നങ്ങ് വിടും. അതായത് ആൺകുട്ടികളാണ്, അവരെങ്ങനെയെങ്കിലും വളർന്നോളും, അല്ലെങ്കിൽ അവർ എവിടെ ചെന്നാലും അവരെങ്ങനെയെങ്കിലുമൊക്കെ ജീവിച്ചു കൊള്ളും എന്നുള്ളൊരു ചിന്താഗതിയായിരുന്നു. ആ ഒരു സമയത്ത് പെൺകുട്ടികളെ അടക്കി ഒതുക്കി വീടിനകത്തിരുത്തുന്ന ഒരു രീതിയും ആയിരുന്നു. അതുകൊണ്ട് തന്നെ ആൺകുട്ടികൾക്ക് കൂടുതൽ ശ്രദ്ധ കിട്ടാത്തത് കൊണ്ടും അവർക്ക് നല്ല രീതിയിൽ പഠനം മുന്നോട്ട് കൊണ്ടുപോകാനും ഒപ്പം നല്ല ജോലി സാധ്യതയും അവർക്ക് നഷ്ടമായി. അതേസമയം തന്നെ പെൺകുട്ടികളെ വീട്ടിലിരുത്തിയത് കൊണ്ടും അവരെ അമ്മയുടെ പരിചരണത്തിൽ വളർന്നത് കൊണ്ടും അവർ നല്ല മിടുക്കി ആയിട്ടുള്ള പഠനത്തിന് മുന്നോട്ടുള്ള മക്കളായി മാറുകയും ചെയ്തു. അവിടെ നിന്നും അങ്ങനെ യാത്ര തുടരുകയാണ്. ഇന്ന് ഇപ്പോൾ എത്തി നിൽക്കുന്നത് രണ്ടുപേരെയും തുറന്നു വിടുന്ന അവസ്ഥയിലാണ്. ആൺകുട്ടികളെയും പെൺകുട്ടികളെയും ഏത് വഴിയെ പോകുന്നു, എങ്ങനെ പോകുന്നു എന്ന് നോക്കാൻ പോലും രക്ഷിതാക്കൾക്ക് സമയമില്ലാത്ത അവസ്ഥ. അന്ന് മുത്തശ്ശനും മുത്തശ്ശിയും ഒക്കെ അടങ്ങുന്ന ഒരു കൂട്ടുകുടുംബമായിരുന്നു എങ്കിൽ ഇന്ന് കുടുംബമാണ്. അതിൽ മക്കളെ നോക്കാൻ എവിടെ, ആർക്കാണ് നേരം? സീരിയലിന് ചുറ്റും ഇരിക്കുന്ന അമ്മമാർക്കോ മൊബൈൽ പിടിച്ച് ഇരിക്കുന്ന അച്ഛനമ്മമാർക്കോ ആർക്കും ഇന്ന് മക്കളെ നോക്കാൻ നേരമില്ലാതെ ഇരിക്കുന്നു. അപ്പം ഇത് എന്നെ ഉൾപ്പെടെയാണ് ഞാൻ ഈ പറയുന്നത് കേട്ടോ. എനിക്ക് 3 പെൺകുട്ടികളാണുള്ളത്. എനിക്കും കൂടി ഈ ഒരു മെസ്സേജ് ബാധകമാണ്. അവർ എവിടെ പോകുന്നു, എങ്ങനെ പോകുന്നു, ആരോടൊക്കെ സംസാരിക്കുന്നു, ഏതെല്ലാം രീതിയിൽ സംസാരിക്കുന്നു, എന്തെല്ലാം തെറ്റുകളിലേക്ക് അവർ എത്തിപ്പെടാം എന്നുള്ളതൊക്കെ നമ്മൾ വളരെയധികം ശ്രദ്ധയോടെ നോക്കി കാണുന്ന ഒരു കാഴ്ചയാണ്, അല്ലെങ്കിൽ കാണേണ്ട ഒരു കാഴ്ചയാണ്. ഈ ഒരു മെസ്സേജ് ഞാനും ഉൾക്കൊള്ളുന്നു. അപ്പം എല്ലാവർക്കും ഒരിക്കൽ കൂടി ശുഭദിനം നേരുന്നു. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. ടേക്ക് കെയർ. ബൈ. See you.